الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير نحمده سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ചു ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യർക്ക് അവരുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അല്ലാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി വാഗ്ദാനം ചെയ്യപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കാരുണ്യവാനായ നാഥനോട് നിരന്തരമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ അല്ലാഹു ഖബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മർഹൂം ശൈഖ് യൂസുഫ് അൽ ഖർദാവി പരിചയപ്പെടുത്തുമ്പോൾ
ആബിദായ റസൂലിനും സാഹിദായ റസൂലിനും ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു തലത്തെ, ഒരു വശത്തെയാണ് പിന്നീട് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. അത് അർ-റസൂലു ദാഇയായ പ്രവാചകൻ, പ്രബോധകനായ പ്രവാചകൻ എന്ന വശമാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവാചകനാകുന്നതിലേക്കുള്ള പ്രയാണം ആരംഭിക്കുന്നത് താൻ ജീവിച്ചുകൊണ്ടിരുന്ന സമൂഹത്തിൽ നടമാടിയിരുന്ന വലിയ അളവിലുള്ള ദുരാചാരങ്ങളിലും ജീർണതകളിലും അതേപോലെ തന്നെ മൂല്യത്തകർച്ചയിലും ഒക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ ഒരസ്വസ്ഥതയിൽ നിന്നാണ്. ആ അസ്വസ്ഥതയിൽ നിന്ന് ആശ്വാസം തേടി കടുത്ത അന്ധകാരത്തിൽ വെളിച്ചത്തിന്റെ വലിയ അംശവും കിട്ടിയെങ്കിലോ എന്ന് കരുതി ആ പ്രകാശത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിലേക്ക് എത്തിച്ചേരുന്നത്. തനിക്കറിയാവുന്ന സ്വഭാവത്തിൽ അള്ളാഹുവിന് വേണ്ടിയുള്ള തഹന്നുസിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു റസൂൽ. ഹിറാ ഗുഹയിൽ അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ ഏർപ്പെട്ട് കഴിയുകയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനിടക്കാണ് വിശുദ്ധ റമദാനിലെ ഒരു തിങ്കളാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അള്ളാഹുവിന്റെ മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവ്വത്ത് നൽകപ്പെടുകയും അതിന്റെ ഭാഗമായി വഹയിന്റെ ആദ്യ സന്ദേശങ്ങൾ ഹിറാ ഗുഹയിൽ വെച്ച് ഏറ്റുവാങ്ങുകയും ചെയ്യുന്നത്. ആ ഒരു തീക്ഷ്ണമായ അനുഭവത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലയിറങ്ങി നാട്ടിലേക്ക് വരികയും വീട്ടിലേക്കെത്തി ഭയചകിതനായി പനി പിടിച്ചു കിടക്കുകയുമാണ് ചെയ്തത്. അവിടേക്ക് രണ്ടാമതൊരിക്കൽ കൂടി അള്ളാഹുവിന്റെ വഹയിന്റെ സന്ദേശങ്ങളുമായി ജിബ്രീൽ എന്ന മാലാഖ വരുന്നത്, യാ അയ്യുഹൽ മുദ്ദസ്സിർ, പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവനെ, ഖും ഫഅൻദിർ, എണീക്കുക, എന്നിട്ട് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന നിർദ്ദേശം നൽകിക്കൊണ്ടാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ, നാഥന്റെ നാമത്തിൽ വായിക്കുകയും പഠിക്കുകയും വിജ്ഞാനം നേടുകയും ചെയ്യുക എന്ന ആദ്യ നിർദ്ദേശങ്ങൾക്ക് ശേഷം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന സന്ദേശം, നേടിയെടുക്കുന്ന അറിവുകളുടെ പ്രചരണത്തിന് വേണ്ടി, അതിന്റെ പ്രബോധനത്തിന് വേണ്ടി ഇനി മടിപിടിച്ചിരിക്കേണ്ടുന്ന, തനിച്ചു കിടക്കേണ്ടുന്ന, പുതപ്പിട്ട് മൂടിക്കിടക്കേണ്ടുന്ന സമയവും സന്ദർഭങ്ങളുമല്ല. വളരെ തിരക്കുള്ള, വലിയ അധ്വാന പരിശ്രമങ്ങൾ ചെലവഴിക്കേണ്ടുന്ന, ധാരാളം ദൂരം നീന്തി സഞ്ചരിക്കേണ്ടുന്ന, അതിന് ശാരീരികമായും മാനസികമായും ഒക്കെ വലിയ കരുത്ത് പ്രകടിപ്പിക്കേണ്ടുന്ന, സ്ഥൈര്യം ആവശ്യമുള്ള, ഇച്ഛാശക്തി ആവശ്യമുള്ള സവിശേഷമായ സന്ദർഭങ്ങളാണ് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം ഇനി കടന്നു വരാനിരിക്കുന്നത്. അതുകൊണ്ട് കിടക്കുന്നിടത്തു നിന്ന് എണീക്കണം, എന്നിട്ട് ജനങ്ങൾക്ക്
മുന്നറിയിപ്പ് നൽകണം, താക്കീത് നൽകണം എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ള അടിസ്ഥാന പ്രവർത്തനം ഈ ദഅവത്തിൻ്റെതാണ്. അല്ലാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്ന പണിയാണ്, പ്രബോധനം ചെയ്യുക എന്ന പണിയാണ്. നീണ്ട 23 വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലും മദീനയിലും പരിസര പ്രദേശങ്ങളിലുമായി നിർവഹിച്ചു പോന്നിട്ടുള്ള ഒരു പ്രവാചകൻ എന്നുള്ള നിലക്കുള്ള ജീവിതത്തിന്റെ അല്ലെങ്കിൽ പ്രവർത്തനത്തിന്റെ മൊത്തം പേരാണ് അദ്ദഅവത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നതനുസരിച്ച് അത് കേവലമായ ഇസ്ലാമിന്റെ ഒരു സന്ദേശ പ്രചരണത്തിൽ മാത്രം പരിമിതമാകുന്ന ഒരു പ്രൊജക്ടിന്റെ പേരല്ല. മറിച്ച് ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഏൽപ്പിക്കുകയും റസൂൽ ഭംഗിയായി നിർവഹിച്ച് മാതൃക കാണിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സമ്പൂർണ്ണ വിപ്ലവത്തിന്റെ, ഒരു സമ്പൂർണമായ സാമൂഹിക മാറ്റത്തിന്റെ പേരാണ് ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ അദ്ദഅവത്തുൽ ഇസ്ലാമിയ എന്നതിന് നിർവചനം നൽകിയിട്ടുള്ളതനുസരിച്ച് അതിലൊന്നാമത്തെ ഘട്ടം, അതിലൊന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ ദീനിനെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന പണിയാണ്. അതതിന്റെ ആദ്യഘട്ടം മാത്രമാണ്. അങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അല്ലാഹുവിന്റെ ദീനിനെ ജനങ്ങൾ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യും. നിരാകരിക്കുന്നവരുടെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തുടർന്ന് ബാധ്യതകളില്ല. വമാ അലൈക ഇല്ലൽ ബലാഗുൽ മുബീൻ, താങ്കളുടെ മേൽ അത്തരക്കാരായ ആളുകൾക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യം മാത്രമാണുള്ളത്. അതിനപ്പുറത്തേക്ക് അവരിത് സ്വീകരിക്കാത്തത് താങ്കളെ അസ്വസ്ഥപ്പെടുത്തേണ്ടതില്ല. അവരിത് സ്വീകരിക്കാത്തതിന്റെ പേരിൽ, അവരിതിനെ നിരാകരിക്കുന്നതിന്റെ പേരിൽ, ഇതിന്റെ എതിർപക്ഷത്ത് അവർ നിലയുറപ്പിക്കുന്നതിന്റെ പേരിൽ എന്നല്ല, ഈ സന്ദേശത്തോട് അവർ പുലർത്തുന്ന തീർത്തും വിദ്വേഷപരവും ശത്രുതാപരവുമായ മനോഭാവത്തെ കുറിച്ചോർത്ത് താങ്കൾ ആശങ്കപ്പെടേണ്ടതില്ല. താങ്കളുടെ ഉത്തരവാദിത്വം അക്കാര്യത്തിൽ പൂർത്തിയായിരിക്കുന്നു. അതേസമയത്ത് അള്ളാഹുവിന്റെ സത്യദീൻ സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഭാഗമായുള്ള റസൂലിന്റെ ഉത്തരവാദിത്വം പിന്നീടും തുടരുകയാണ്. അത് ദീൻ സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്ക് ദീനിനെ പരിശീലിപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ്. എന്ന് മാത്രമല്ല, അത് വികാസം പ്രാപിച്ച് മൂന്നാമത്തെ ഒരു ഘട്ടത്തിൽ ജനങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ സമ്പൂർണമായി ഒരു ജീവിത വ്യവസ്ഥ എന്നുള്ള നിലക്ക്, ഒരു നിയമവ്യവസ്ഥ എന്നുള്ള നിലക്ക് നടപ്പിലാക്കുക കൂടി ചെയ്യുന്നതിലൂടെ പൂർത്തിയാകുന്ന ഒരു പ്രൊജക്ടിന്റെ പേരാണ് ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് നിർവഹിച്ചത്. അതുകൊണ്ട് കേവലമായി ഇസ്ലാമിന്റെ ഒരു സന്ദേശ പ്രചാരണം എന്നതിൽ പരിമിതപ്പെട്ട് റസൂലിന് ജീവിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് തന്റെ ജീവിതഘട്ടത്തിൽ, മക്ക ജീവിതഘട്ടത്തിനിടയിൽ നിരന്തരമായി ഇസ്ലാമിനെ ഏറ്റെടുക്കുവാൻ സന്നദ്ധതയുള്ള ഗ്രൂപ്പുകളെ തേടി, കബീലകളെ തേടി, ജനസമൂഹങ്ങളെ തേടി, അതിന് പാകമായ ഒരു മണ്ണ് തേടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായ അന്വേഷണത്തിൽ ഏർപ്പെട്ടത്. ആ അന്വേഷണത്തിന്റെ അന്വേഷണമായിരുന്നു റസൂലിന്റെ ജീവിതം ഉടനീളം. അതിന്റെ ഭാഗമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പരസ്യ പ്രബോധന വേളയിൽ മക്കയിലെ ഓരോ കുടുംബങ്ങളെയും കണ്ട് അവരെ കൂട്ടിയിരുത്തി ലഭ്യമാകുന്ന സന്ദർഭങ്ങളിൽ അവരോട് ദീനിനെ കുറിച്ച് സംസാരിച്ചത്, അള്ളാഹുവിന്റെ ദീൻ പരിചയപ്പെടുത്തി കൊടുത്തത്. കബീലകൾ തോറും സഞ്ചരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പണിയെടുത്തത് അതിനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്ക് പുറത്തു നിന്ന് അറബികളായ ആളുകൾ, കബീലകൾ ഹജ്ജിന് വേണ്ടി വരുമ്പോൾ അവരുടെ പിന്നാലെ നടന്ന് അവരോട് ഇസ്ലാമിനെ പറ്റി പറയുകയും അതിനെ ഏറ്റെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തത് ആ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ്. നബി ത്വായിഫിലേക്ക് പോയത്
അതിനുവേണ്ടിയാണ്. ഒടുവിൽ ഔസ് ഖസ്റജ് ഗോത്രങ്ങളെ കണ്ടുമുട്ടിയതിനു ശേഷം അവരുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്തിൽ ഏർപ്പെട്ടത്, ഉടമ്പടിയിൽ ഏർപ്പെട്ടത് ആ അന്വേഷണത്തിന്റെ ഭാഗമാണ്. ഇസ്ലാമിന് വേണ്ടി മണ്ണൊരുക്കാനുള്ള പ്രബോധകൻ എന്നുള്ള നിലക്ക്, ദാഇ എന്നുള്ള നിലക്ക് തന്റെ ഉത്തരവാദിത്വ നിർവഹണത്തിന് വേണ്ടിയാണ്. ഈ മേഖലയിലൊക്കെ, ഈ സമയങ്ങളിലൊക്കെ നീണ്ട 23 വർഷക്കാലത്തെ തന്റെ ജീവിതത്തിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റുവാങ്ങിയ അല്ലെങ്കിൽ നിർവഹിച്ച ത്യാഗങ്ങളൊക്കെയും ഈ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടിയായിരുന്നു. റസൂൽ ആക്ഷേപശകാരങ്ങൾ ഏറ്റുവാങ്ങിയത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തെറിയാഭിഷേകങ്ങൾക്ക് വിധേയനായത്, ശാരീരികമായ മർദ്ദന പീഡനങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരയായത്, ഒടുവിൽ ഒട്ടും ഇഷ്ടമില്ലാതെ സ്വന്തം നാട് വിട്ട് മറുനാട്ടിലേക്ക് റസൂൽ പലായനം ചെയ്തത്. മക്കേ, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മണ്ണാണ്. നിന്റെ നാട്ടുകാർ എന്നെ ഇവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കുന്നില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിന്നെ വിട്ട് ഞാൻ ഒരിക്കലും പലായനം ചെയ്തു പോകുമായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയുടെ സന്ദർഭത്തിൽ പറഞ്ഞത് സീറാ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയും റസൂൽ ത്യാഗം സഹിച്ചത്. അതിനുശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയതിനു ശേഷവും സംഘർഷഭരിതമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ചുരുങ്ങിയ കാലത്തിനിടക്ക് വലിയ എണ്ണത്തിലുള്ള യുദ്ധങ്ങൾക്ക്, യുദ്ധമുഖങ്ങളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിച്ചേക്കപ്പെട്ടിട്ടുണ്ട്. ആ യുദ്ധങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശാരീരികമായിട്ട് തന്നെ പങ്കെടുക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. റസൂൽ വധിക്കപ്പെട്ടു എന്ന കിംവദന്തി പരക്കുമാറുള്ള ആക്രമണങ്ങൾ റസൂലിന് തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. റസൂൽ ഇതൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നത്, ഈ ത്യാഗങ്ങളൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർപ്പിക്കേണ്ടി വന്നത് അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. താൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള അടിസ്ഥാനപരമായ മിഷൻ നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് ഇസ്ലാമിക പ്രബോധന മാർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ, റസൂലിന് അർപ്പിക്കേണ്ടി വന്നിട്ടുള്ള ത്യാഗപരിശ്രമങ്ങൾ, അവയെക്കുറിച്ച് അറിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ നമുക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഷ്ഠിച്ച, എന്താണ് ആ പ്രബോധന പ്രവർത്തനങ്ങളുടെ സ്വാഭാവികമായ റിസൾട്ട് എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് മാത്രമാണ്, ആ കാലത്ത് അങ്ങനെ റസൂൽ ത്യാഗങ്ങൾ അനുഷ്ഠിച്ചത് കൊണ്ട് മാത്രമാണ് ഇസ്ലാം അത് റസൂലിൽ നിന്ന് സഹാബികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട്, സഹാബികളിൽ നിന്ന് പിൽക്കാല തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് അതിങ്ങനെ കടന്നു വന്ന് ഒടുവിൽ നമുക്ക് അള്ളാഹുവിന്റെ ഹിദായത്തിന്റെ വെളിച്ചം ലഭ്യമാകാൻ കാരണമായിട്ടുള്ളത് റസൂലിന്റെ ഇസ്ലാമിക പ്രബോധന മാർഗത്തിലെ ആ ത്യാഗപരിശ്രമങ്ങളാണ്. അവയെക്കുറിച്ച് അറിയുമ്പോൾ എനിക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഷ്ഠിച്ച അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ എന്നറിയുമ്പോൾ ആ മഹാനായ മനുഷ്യനോടുണ്ടാകുന്ന സ്നേഹവായ്പകളാണ് യഥാർത്ഥത്തിൽ ഹുബ്ബുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും സംശയമുള്ള കാര്യമാണ്, എങ്ങനെയാണ് സ്വന്തത്തെക്കാളൊക്കെ റസൂലിനോട് നമുക്ക് സ്നേഹം ഉണ്ടാവുക എന്നത്. പരമാവധി പോയാൽ എന്നെ കഴിഞ്ഞാൽ എനിക്ക് സ്നേഹം റസൂലിനോടാണ് എന്ന് പറയാൻ കഴിഞ്ഞേക്കും. സ്വന്തത്തെക്കാളും ഒരാൾക്ക് എങ്ങനെയാണ് റസൂലിനെ ഇഷ്ടപ്പെടുക, അതിന് മാത്രം എങ്ങനെയാണ് സ്നേഹം വളരുക എന്നൊക്കെ നമുക്ക് സംശയമുണ്ടാകും. റസൂലിനെ അറിയുന്നതിലൂടെയാണ്, ആബിദായ റസൂലിനെ, സാഹിദായ റസൂലിനെ, ദാഇയായ റസൂലിനെ അറിയുന്നതിലൂടെയാണ്. റസൂൽ എത്ര വലിയ ത്യാഗങ്ങളാണ്, എത്ര വലിയ സമർപ്പണങ്ങളാണ് എനിക്ക് വേണ്ടി, എന്നെ പോലെയുള്ള ലോകാവസാനം വരെ ജീവിച്ച് മരിക്കാൻ പോകുന്ന സകലർക്കും വേണ്ടിയും റസൂൽ എടുത്തിട്ടുള്ള ത്യാഗങ്ങൾ എത്ര വലുതാണ്, സമർപ്പണങ്ങൾ എത്ര വലുതാണ് എന്നറിയുന്നതിലൂടെയാണ് ആ സ്നേഹവായ്പകൾ,
ആ സ്നേഹവികാരങ്ങൾ അത് മനസ്സിൽ നാമ്പെടുക്കുകയും അത് വളർന്ന് വികസിക്കുകയും അത് അയാളെ താൻ ഇഷ്ടപ്പെട്ടവരോട് കൂടെ സ്വർഗം പുൽകാനുള്ള സൗഭാഗ്യത്തിലേക്ക് ഒരു വിശ്വാസിയെ നയിക്കുകയും ചെയ്യുക അങ്ങനെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ റസൂലിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ അതുണ്ടാക്കിയ സ്വാധീനം വളരെ വലുതാണ്. റസൂലിന്റെ പ്രബോധനത്തിന്റെ സവിശേഷത വളരെ വലുതാണ്. റസൂൽ എന്താണ് പ്രബോധനം ചെയ്തത് എന്നത് നമ്മൾ വിലയിരുത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരുടെ ജീവിതാവസ്ഥകളെ കുറിച്ചുള്ള യഥാർത്ഥ സങ്കല്പങ്ങളെയാണ് ഒന്നാമതായി പ്രബോധനം ചെയ്തത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പ്രബോധന പ്രവർത്തനം റസൂലിന്റേത് ആദ്യം വളരെ സ്വകാര്യമായി വ്യക്തിതലത്തിലാണ് നടന്നിരുന്നത്. പിന്നീട് അള്ളാഹുവിന്റെ നിർദ്ദേശം കിട്ടുമ്പോഴാണ് അത് പരസ്യ പ്രബോധനത്തിലേക്ക് അല്ലെങ്കിൽ കൂട്ടായ സംഘങ്ങളിലേക്കുള്ള പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക് വികസിക്കുന്നത്. അങ്ങനെയുള്ള ഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ കൂട്ടായി ഒരുമിച്ച് വിളിച്ചു ചേർത്തതിനു ശേഷം അവരോട് പ്രധാനമായും പറഞ്ഞ കാര്യങ്ങൾ ഒന്നാമതായി അള്ളാഹുവിനെ കുറിച്ചാണ്, അള്ളാഹുവിന്റെ തൗഹീദിനെ കുറിച്ചാണ്. ദൈവനിഷേധവും മതനിരാശവും ഒക്കെ കൊടികുത്തി വാഴുന്ന ഒരു കാലത്ത് റസൂലിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ അതെങ്ങനെയാണ് മുന്നോട്ട് നയിക്കേണ്ടത് എന്ന കാര്യത്തിൽ നമുക്ക് മാതൃകകളുണ്ട്, നമുക്ക് ഗുണപാഠങ്ങളുണ്ട്. ഇസ്ലാമിനെ കുറിച്ച് കടുത്ത വിദ്വേഷങ്ങളും ശത്രുതകളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയയുടെ കാലം എന്ന് പേരിട്ട് വിളിക്കപ്പെടുന്ന ഒരു കാലത്ത് ജീവിക്കേണ്ടി വരുന്ന ആളുകൾക്ക് കടുത്ത വിമർശനങ്ങൾക്ക് നടുവിൽ, കടുത്ത വിദ്വേഷ പ്രചാരണങ്ങൾക്ക് നടുവിൽ, കടുത്ത ശത്രുതക്ക് നടുവിൽ അള്ളാഹുവിന്റെ ദീനിനെ എவ்விதമാണ് മുറുകെ പിടിക്കുകയും പ്രതിനിധീകരിക്കുകയും പ്രബോധനം ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ നമുക്ക് ബാധ്യതയുണ്ട്. പലതരത്തിൽ വലിയ വലിയ വായിൽ വലിയ വലിയ ചോദ്യങ്ങൾ മുസ്ലിം സമുദായത്തിനകത്തിൽപ്പെട്ടവർ തന്നെ ചോദിച്ച് നമ്മളെ പ്രതിസന്ധിയിലാക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിവരമുള്ളവർ എന്ന് കരുതപ്പെടുന്ന ആളുകൾ തന്നെയും എന്താ ഗാന്ധിജി സ്വർഗത്തിൽ പോവുകയില്ലേ എന്ന് ചോദിക്കുന്ന കാലമാണ്. ഗാന്ധിജി പോകാത്ത സ്വർഗം നിങ്ങൾക്ക് വേണോ എന്ന് ചോദ്യം ചോദിച്ച് നമ്മെ പ്രതിസന്ധിയിലാക്കാൻ തുനിയുന്ന കാലത്താണ് നമ്മൾ ഏകനായ അള്ളാഹുവിനെ കുറിച്ച്, ആ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിലൂടെ മാത്രം കൈവരാൻ പോകുന്ന ഒരു കർമാനുഷ്ഠാനങ്ങൾ, അതുവഴി ഉണ്ടാകുന്ന ഒരു സദാചാര ജീവിതം, ധാർമ്മിക ജീവിതം, അതിലൂടെ മാത്രം കെട്ടിപ്പടുക്കപ്പെടുന്ന ഒരു സ്വർഗീയ ജീവിതം, ഇതിനെക്കുറിച്ച് പ്രബോധനം നിർവഹിക്കേണ്ടത്. അടിസ്ഥാനപരമായ ഒരു മനുഷ്യന് ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് എന്നത് വെച്ചുകൊണ്ട് മാത്രമാണ് അയാളുടെ കർമ്മഫലങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് എന്നത് വളരെ സിമ്പിൾ ലോജിക്കിൽ മനസ്സിലാക്കാവുന്ന, സാമാന്യ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ എന്തിനാണ് ഒരു മനുഷ്യനെ അയാൾ വിശ്വസിച്ചിട്ടില്ലാത്ത, അയാൾ ആഗ്രഹിക്കാത്ത, അയാൾ ഒരുപക്ഷെ അറിഞ്ഞിട്ട് പോലും തള്ളിക്കളഞ്ഞ സ്വർഗത്തിലേക്ക് നിങ്ങൾ എന്തിനാണ് അയാളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് എന്ന സാമാന്യമായ ചോദ്യം കൊണ്ട് തീരാവുന്ന ഒരു പ്രശ്നത്തെ മുസ്ലിം സമുദായത്തെ മുഴുവൻ നമ്മുടെ ഒരു വിവരത്തിന്റെയും ചിന്തയുടെയും കുറവ് കൊണ്ട് പ്രതിസന്ധിയിലാക്കാൻ വിധത്തിലുള്ള ചോദ്യങ്ങൾ ഇസ്ലാമിനകത്തോ പുറത്തോ എന്ന് സംശയിക്കേണ്ടി വരുന്ന ആളുകൾ ഉന്നയിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എவ்விதമാണ് റസൂൽ തൗഹീദിനെ പ്രബോധനം ചെയ്തത്, എவ்விதമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പരലോക സങ്കല്പത്തെയും അവിടെയുള്ള സ്വർഗ്ഗനരകങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എவ்விதമാണ് അടയാളപ്പെടുത്തുകയും അത് പ്രചരിപ്പിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്തത്. എങ്ങനെയാണ് റസൂൽ സ്വർഗം കൊണ്ട് തന്റെ ചുറ്റുമുള്ള ആളുകളെ സന്തോഷ വാർത്ത അറിയിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തത്? നരകം എന്ന് പറയുന്ന ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും കടുത്ത അപകടത്തെക്കുറിച്ച് റസൂൽ എത്ര തന്ത്രപരമായാണ്, എത്ര ഹിക്മത്തോടുകൂടിയാണ്, എത്ര സതുപദേശത്തിന്റെ ഭാഷയിലാണ് ജനങ്ങളെ ഉപദേശിച്ചത്. പരസ്യ പ്രബോധനത്തിന് അവസരം കിട്ടിയ അല്ലെങ്കിൽ നിർദ്ദേശം കിട്ടിയ ആദ്യ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൂട്ടം ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരോട് പറഞ്ഞത്, നിങ്ങളെല്ലാവരും അല്ലാഹ് ഉറങ്ങാൻ കിടക്കുന്നത് പോലെ മരിച്ചു പോകുമെന്ന യാഥാർത്ഥ്യമാണ്. ആ ഉറക്കത്തിന് ശേഷം ഉറക്കത്തിൽ നിന്ന് ഉണർന്നെണീക്കുന്നത് പോലെ തന്നെ പുനരുജ്ജീവിപ്പിക്കപ്പെടും എന്ന കാര്യമാണ്. അതിനുശേഷം നിങ്ങളുടെ കർമ്മങ്ങൾ അനുസരിച്ച് ഏതൊരു വിശ്വാസത്തിന്റെയും ഏതൊരു തത്വശാസ്ത്രത്തിന്റെയും അടിസ്ഥാനത്തിലാണോ ഈ ഭൂമിയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്, ഈ ഭൂമിയിൽ നിങ്ങളുടെ കർമ്മങ്ങൾ പ്ലാൻ ചെയ്തത്, അത് നടപ്പിലാക്കിയത്, അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെട്ടു. ഏതൊരു മോട്ടിവേഷന്റെ പുറത്താണ്, ഏതൊരു പ്രചോദനത്തിന്റെ പുറത്താണ് നിങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠിച്ചത്?
അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഓരോരുത്തരുടെയും കർമ്മങ്ങൾ വിലയിരുത്തപ്പെടുക. അതാണ് അതിന്റെ ശരിയായ രീതി. ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത ഒരു കാര്യം എന്റെ കർമ്മങ്ങളുടെ പേരിൽ എനിക്ക് കിട്ടേണ്ടതില്ല എന്നതാണ് അടിസ്ഥാനപരമായ കാര്യം. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെ പേരിലുള്ള വിചാരണ നടക്കണം. വിചാരണയിൽ നന്മതിന്മകൾ തീരുമാനിക്കപ്പെട്ടതിന് ശേഷം ശാശ്വതമായ ഒരു സ്വർഗവും ശാശ്വതമായ ഒരു നരകവും ഉണ്ട്. രണ്ടാലൊന്നാണ് ഏതൊരു മനുഷ്യനും ലഭിക്കാൻ പോകുന്നത്. ഇങ്ങനെ ജീവിതത്തെ കുറിച്ചുള്ള വളരെ വിശാലമായ ദുനിയാവിന്റെ ടാവട്ടത്തിൽ ഒതുങ്ങിപ്പോകാത്ത, ദുനിയാവിൽ നിന്ന് തുടങ്ങി ഒരിക്കലും അവസാനിക്കാത്ത പരലോകത്തേക്ക് വിശാലമായി കിടക്കുന്ന അതിവിശാലമായ, അതാണ് ദുനിയാവിന്റെ ഈ ടാവട്ടത്തെ കുറിച്ചുള്ള സങ്കല്പത്തിൽ നിന്ന് വളരെ വിശാലമായ ദുനിയാവും ആഖിറത്തും ഒന്നുചേരുന്ന അതിവിശാലമായ ജീവിത സങ്കല്പത്തിലേക്ക് മനുഷ്യന്റെ മനസ്സുകളെ, മനുഷ്യന്റെ ബോധങ്ങളെ വിമോചിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത്. അങ്ങനെയാണ് റസൂൽ പ്രബോധനം ചെയ്തത്. സഫാക്കുന്നിന്റെ മുകളിൽ കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് അതിശക്തമായ മുന്നറിയിപ്പാണ്. നിങ്ങൾക്കറിയാത്തത് ഞാൻ അറിയുന്നു, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നു. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സഫയുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ കാണുന്ന കാഴ്ചകൾക്കപ്പുറത്ത് ഞാൻ കാണുന്ന കാഴ്ചകളുണ്ട്. ഈ കുന്നിന്റെ ഇങ്ങേപ്പുറം നിങ്ങൾക്ക് കാണാത്തതുപോലെ അറിവിന്റെ ആറാം ഇന്ദ്രിയത്തിലൂടെ, വഹയിലൂടെ നൽകപ്പെട്ടിട്ടുള്ള ജ്ഞാനം വെച്ചാണ് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. നിങ്ങളെ ആക്രമിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ വീഴാൻ പോകുന്ന ഒരു മഹാ അപകടമുണ്ട്. ആ അപകടത്തെ കുറിച്ച് ഞാനിതാ നിങ്ങൾക്ക് താക്കീത് ചെയ്യുന്നു. സന്തോഷ വാർത്ത അറിയിക്കലും താക്കീത് നൽകലും, ഇതാണ് അടിസ്ഥാനപരമായി ഇസ്ലാമിക പ്രബോധനം എന്നുള്ള നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു പോന്നിട്ടുള്ളത്. പുതിയ കാലത്തും ഇസ്ലാമിക പ്രബോധന മാർഗത്തിൽ ഇസ്ലാമോഫോബിയയാണ്, ഇസ്ലാമിനെതിരെയുള്ള വിദ്വേഷ പ്രചരണങ്ങളാണ് നടക്കുന്നത്, ഉടനീളം നടക്കുന്നത്. ആ വിദ്വേഷ പ്രചരണങ്ങൾ വളർന്നു വികസിച്ച് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാണ് എന്ന് കരുതപ്പെടുന്ന ഒരു നാടിനെ കുറിച്ച് പോലുമുള്ള വിദ്വേഷ പ്രചരണങ്ങൾക്ക് ഔദ്യോഗികമായ പദവിയിലിരിക്കുന്ന ആളുകൾക്ക്, ഭരണാധികാരികൾക്ക് ധൈര്യം കിട്ടുന്ന കാലത്താണ്. അങ്ങനെ അതിന്റെ പേരിൽ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയാൽ പോലും ഒരു പ്രശ്നവുമില്ല, അതൊന്നും ഇവിടെ കാര്യമാക്കേണ്ടതില്ല എന്ന് കരുതുന്ന ഒരു പൊതുബോധത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ മറികടക്കുക എന്ന് ചോദിച്ചാൽ മറുവിദ്യകൾ കൊണ്ട്, സമാനമായ മറുവിദ്യകൾ കൊണ്ട് ഇതിനെ മറികടക്കാൻ നമുക്ക് കഴിയില്ല എന്ന് മാത്രമല്ല, അങ്ങനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ ഇസ്ലാം അനുവദിച്ചു തരുന്നില്ല. ജനങ്ങൾക്കിടയിൽ വിഘടനമുണ്ടാക്കുന്ന, വർഗീയ ചേരിതിരിവുകൾ ഉണ്ടാക്കുന്ന, ജനങ്ങളിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഭീകരവാദത്തിന്റെയും രാജ്യദ്രോഹത്തിന്റെയും മുദ്രയടിക്കുന്ന പ്രവണതകൾ ഇസ്ലാം അനുവദിച്ചു തരില്ല. അത് ഇസ്ലാമിന് അനുകൂലമാകുമ്പോൾ അത് അനുവദിക്കുകയും ഇസ്ലാമിന് പ്രതികൂലമാകുമ്പോൾ മാത്രം അതിനെ എതിർക്കുകയും ചെയ്യുന്ന, നിരാകരിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പിന്റെ സ്വഭാവം ഇസ്ലാമിനില്ല. അതുകൊണ്ട് സമാനമായ രീതി നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. മറിച്ച് എങ്ങനെയാണ് ഇതിനെ മറികടക്കുക? റസൂലിന്റെ പ്രബോധന പ്രവർത്തനത്തിൽ റസൂൽ ചെയ്തതുപോലെ റസൂലിന്റെ അടുത്തേക്ക് പലരും പല സാഹചര്യങ്ങളിൽ റസൂലിന്റെ മുമ്പിലേക്ക് കടുത്ത ഇസ്ലാമോഫോബിയ പേറി, ഇസ്ലാമിനെ കുറിച്ചുള്ള കടുത്ത തെറ്റിദ്ധാരണകളും ഭീതിയും പേറി പലരും റസൂലിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. റസൂലിന്റെ കുറച്ചു സമയത്തെ ഒരിടപെടൽ കൊണ്ട്, റസൂലിന്റെ വളരെ കൃത്യതയുള്ള വഹയിന്റെ അടിസ്ഥാനത്തിലുള്ള വിശുദ്ധ ഖുർആനെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ചെറിയ നേരത്തെ ഏതാനും സംസാരങ്ങൾ കൊണ്ട് അയാൾ പോയി കുളിച്ച് റെഡിയായി വന്ന് റസൂലിന്റെ മുമ്പിൽ ഷഹാദത്ത് ചെല്ലുന്ന അനുഭവങ്ങളുണ്ടായി. അങ്ങനെയാണ് ആ പേടിയെ, ആ ഇസ്ലാം ഭീതിയെ റസൂൽ മറികടന്നത്. റസൂലിനെ കുറിച്ചുള്ള കടുത്ത പേടി പേറിയിട്ട് ഇസ്ലാമിനെ കുറിച്ചുള്ള ധാരാളക്കണക്കായ തെറ്റിദ്ധാരണകൾ പേറി ഒരാൾ റസൂലിന്റെ മുമ്പിലെത്തുന്നു. കുറച്ചു നേരത്തെ ഒരു ഇടപഴകൽ, കുറച്ചു നേരത്തെ ചില സംസാരങ്ങൾ, ആ സംസാരത്തോടുകൂടി പിന്നീട് അയാൾ, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് ഏറ്റവും വെറുപ്പുണ്ടായിരുന്ന മനുഷ്യൻ അങ്ങാകുന്നു. ഇപ്പോൾ ഈ ലോകത്ത് എന്നെക്കാൾ ഞാൻ സ്നേഹിക്കുന്നവനായി റസൂൽ മാറിയിരിക്കുന്നു. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വിദ്വേഷം ഉണ്ടായിരുന്നത്, ശത്രുതയുണ്ടായിരുന്നത് ഇസ്ലാമിനോടായിരുന്നു. ഇപ്പോൾ ആ ഇസ്ലാമിനെ സ്വീകരിച്ചുകൊണ്ട്, ആ ഇസ്ലാമിന്റെ വക്താവായി മാറിക്കൊണ്ടാണ് ഞാൻ ഇവിടം വിട്ടുപോകുന്നത് തുടങ്ങിയ സാക്ഷ്യങ്ങൾ റസൂലിന്റെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായിരുന്നു റസൂൽ പ്രയോഗിച്ച
അവിടെ പ്രയോഗിച്ച കാര്യങ്ങൾ, തന്ത്രങ്ങൾ എന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെതാണ്. ഹിക്മത്തോടെയുള്ള പറയേണ്ടത് പോലെ പറയേണ്ട സമയത്ത് പറയേണ്ടത് പറയുക, അതിനാണ് ഏറ്റവും ചുരുക്കി ഹിക്മത്ത് എന്ന് പറയുക. നമുക്കില്ലാതെ പോകുന്നത്, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമുക്കില്ലാതെ പോകുന്നത് അതാണ്. ഇസ്ലാമിന് അനുകൂലമായി മാറേണ്ടുന്ന പല സാഹചര്യങ്ങളെയും നമ്മൾ ഇല്ലാതാക്കുകയും പൊളിച്ചു കളയുകയും ചെയ്യുന്നത് നമ്മുടെ ഹിക്മത്തില്ലാത്ത വളരെ വൈകാരികമായ ആവേശപ്രകടനത്തിലൂടെയും പ്രബോധനം ദഅവത്ത് എന്ന പേരിൽ തന്നെ നമ്മൾ നടത്തുന്ന അവിവേകങ്ങളുടെയും ഫലമായിട്ട് കൂടിയാണ് ഇക്കാലത്ത് ഇസ്ലാം കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ഇസ്ലാം രീതി ഉത്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് വസ്തുതയുള്ള കാര്യമാണ്. അതേസമയത്ത് ഹിക്മത്തോടെ എവിടെ എന്ത് പറയണം എന്നതിനെ കുറിച്ച് ദാഇയായ ഒരു മുസ്ലിമിന്, പ്രബോധകനായ ഒരു മുസ്ലിമിന് ഏത് കാര്യം എപ്പോൾ എവിടെ എങ്ങനെ പറയണം എന്നതിന് ഒരു മുസ്ലിമിന് തിട്ടമുണ്ടാകണം. അതല്ലാത്തത് പറയാതിരിക്കണം, നല്ലതേ പറയാവൂ, ഇല്ലെങ്കിൽ മിണ്ടാതിരുന്നു കൊള്ളണം എന്നത് ഓൺലൈനിലും ഓഫ്ലൈനിലും മുസ്ലിങ്ങൾക്ക് ബാധകമായ കാര്യമാണ്. എത്ര നമുക്ക് അനുകൂലമായി മാറുമായിരുന്ന സാഹചര്യങ്ങളെയാണ് നമ്മൾ അങ്ങനെ പാഴാക്കി കളഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഹിക്മത്തോടുകൂടി സദുപദേശത്തോടുകൂടി അള്ളാഹുവിന്റെ ദീനിനെ പ്രതിനിധീകരിക്കുക, അതിനെ പ്രചാരണം ചെയ്യുക, അതിന്റെ ആശയ പ്രചാരണം നടത്തുക, അതിനെ പ്രബോധനം ചെയ്യുക എന്ന മാർഗമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ സാക്ഷാത്കരിച്ച ഒരു സാമൂഹ്യ വിപ്ലവത്തിന്റെ അടിസ്ഥാന ഇന്ധനമായി പ്രയോഗിച്ചത്, ഉപയോഗപ്പെടുത്തിയത് എന്നത് നമുക്കുകൂടി ഈ കാലത്ത് ഇസ്ലാം രീതിക്ക് നടുവിൽ ജീവിക്കുന്ന വിദ്വേഷ പ്രചരണങ്ങൾക്ക്, ഇസ്ലാമിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും വിദ്വേഷ പ്രചരണങ്ങൾ നിറഞ്ഞാടുന്ന ഒരു കാലത്ത് നമുക്കും സ്വീകരിക്കാവുന്ന വഴി, നമ്മൾ ആശങ്കയിലാണ്, നമ്മൾ നിരാശയിലാണ്, നമ്മൾ ഇനി എന്ത് ചെയ്യാനെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. പക്ഷേ തിരിച്ചു നടക്കാൻ ഇങ്ങോട്ട് വന്ന വഴിയല്ലാതെ നമുക്ക് വേറെയില്ല. വളരെ പടിപടിയായി, വളരെ സമചിത്തതയോടുകൂടി, യുക്തിയോടെ, സദുപദേശത്തോടെ, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ സ്വീകരിച്ച മാതൃകകൾ പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനം സാധ്യമാകുന്ന അളവിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്ക് സാധ്യമാകുന്ന ഏരിയകളിലേക്ക്, പ്രദേശങ്ങളിലേക്ക്, ജനവിഭാഗങ്ങളിലേക്ക് ഇസ്ലാമിക സന്ദേശവുമായി കടന്നു ചെല്ലുക. അവർക്ക് നമ്മൾ പറഞ്ഞും പറയാതെയും നമ്മുടെ കർമ്മസാക്ഷ്യങ്ങളിലൂടെയും നമ്മുടെ ഒരു ജീവിതം കണ്ടും ഇസ്ലാമിനോട് ഇമ്പം തോന്നുക, ഇസ്ലാമിലേക്ക് ആകർഷണീയത തോന്നുക, ഇസ്ലാമിനെ പഠിക്കാൻ അവർക്ക് മനസ്സുണ്ടാവുക എന്നതൊക്കെയാണ് ഈ വഴിയിൽ റസൂലിന്റെ മാതൃക പിൻപറ്റിക്കൊണ്ട്, റസൂലിനെ ഇത്തിബാഅ ചെയ്തുകൊണ്ട് നമുക്ക് നിർവഹിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ആ ദൗത്യത്തിൽ നമുക്ക് വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, വലിയ അലംഭാവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ സ്വാഭാവികമായ പരിണിതികൾ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ എന്നുകൂടി ഈ സന്ദർഭത്തിൽ ആത്മവിമർശനം നടത്താൻ നമുക്ക് സാധ്യമാവണം. അതിനെ മറികടക്കാൻ ഉള്ള ഇച്ഛാശക്തി നമുക്കുണ്ടാകണം. അള്ളാഹു റസൂൽ നിർവഹിച്ചിട്ടുള്ള അടിസ്ഥാന പ്രവർത്തനമായ ഇസ്ലാമിക പ്രബോധനം എന്ന ദൗത്യത്തിൽ റസൂലിനെ ഇത്തിബാഅ ചെയ്യാനുള്ള നമ്മുടെ ബാധ്യത നിറവേറ്റാനുള്ള അറിവും കഴിവും അതിനുള്ള അനുകൂല സാഹചര്യങ്ങളും ഒക്കെ പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان
ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها اللهم إنا نسألك موجبات رحمتك وعزائم مغفرتك والسلامة من كل إثم والغنيمة من كل بر والفوز بالجنة والنجاة من النار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أعزنا بالإسلام وأعز الإسلام بنا اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين وأذل الظلم والظالمين اللهم إنا نشكو إليك ضعف قوتنا وقلة حيلتنا وهواننا على الناس فلا تكلنا إلى أنفسنا طرفة عين ولا أقل من ذلك اللهم انصر إخواننا المجاهدين في غزة اللهم انصر إخواننا المجاهدين في فلسطين اللهم انصر المجاهدين في كل مكان في العالم يا رب العالمين اللهم انصر إخواننا المظلومين المستضعفين في كل مكان في العالم يا رب العالمين اللهم انصرهم نصرا عزيزا وافتح لهم فتحا مبينا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا توفنا مسلمين وألحقنا بالصالحين اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين الله أكبر الله أكبر